മട്ടന്നൂർ ഉളിക്കലിൽ മകന് വിവാഹവസ്ത്രമെടുക്കാൻ എറണാകുളത്ത് പോയി മടങ്ങിവരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചാണ് 2 മരണം. ഉളിക്കൽ സ്വദേശി ബീന, ബന്ധു ലിജോ എന്നിവരാണ് മരിച്ചത്. ബീനയുടെ മകന്റെ കല്യാണാവശ്യത്തിന് വസ്ത്രമെടുക്കാൻ പോയതാണ് കുടുംബം. ബീനയുടെ ഭർതൃ സഹോദരന്റെ മകനാണ് മരിച്ച ലിജോ. ബീനയുടെ ഭർത്താവിനും മകനും പരിക്കേറ്റു. നിർത്തിയിട്ട ബസ്സിൽ കാർ ഇടിക്കുകയായിരുന്നു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്ന് കരുതുന്നു. തൃശൂർ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ KSRTC ബസ്സും പെട്ടിയോട്ടോയും കൂട്ടിയിടിച്ച് 4 വയസ്സുകാരിയുടെ ജീവൻ പൊലിഞ്ഞു. മുള്ളൂർക്കര സ്വദേശിനി നൂറ ഫാത്തിമയാണ് മരിച്ചത്. നൂറയുടെ പിതാവ് ഉനൈസ്, മാതാവ് റൈഹാനത്ത് എന്നിവർക്ക് പരിക്കേറ്റു. ഇവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാലടി മാണിക്യമംഗലത്ത് കഴിഞ്ഞ രാത്രി ബൈക്ക് മറിഞ്ഞാണ് യുവാവ് മരിച്ചത്. കളരിക്കൽ അനിൽകുമാർ എന്ന 23-കാരനാണ് മരിച്ചത്. നാടൻപാട്ട് കേൾക്കാൻ സുഹൃത്തിനൊപ്പം പോയി മടങ്ങിവരുമ്പോഴാണ് അപകടം. ഒപ്പമുണ്ടായിരുന്നയാൾ ചികിത്സയിലാണ്. എറണാകുളം പറവൂരിനടുത്ത് വള്ളുവള്ളിയിൽ ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന ബസ് നിയന്ത്രണം വിട്ട് എതിർദിശയിലെ മരത്തിലിടിക്കുകയായിരുന്നു. ബസിന്റെ യന്ത്രത്തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ 40ഓളം പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. അപകടത്തിന് മുമ്പ് ബസ്സിൽ നിന്ന് ശബ്ദം കേട്ടതായി കണ്ടക്ടറോട് പറഞ്ഞിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞു. ഏകദേശം 1 കിലോമീറ്റർ മുമ്പ് വെച്ചിട്ട് ബസ്സിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു. ഡ്രൈവർ തന്നെ പറഞ്ഞു, ഒരു സൗണ്ട് കേട്ട്. ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു, എന്തൊരു സൗണ്ട് കേട്ടല്ലോ, നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ആ സൗണ്ട് കേട്ടിട്ട് ഒരു 1/2 കിലോമീറ്റർ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് വണ്ടി. ഡ്രൈവർ പറഞ്ഞു, ചേട്ടാ ഞാൻ തിരിച്ചു, പക്ഷെ വണ്ടി തിരിഞ്ഞില്ല, നേരെ പോയി മരത്തിലിടിച്ചു. രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തിരുവമ്പാടി കോടഞ്ചേരി റൂട്ടിൽ തമ്പലമണ്ണ പെട്രോൾ പമ്പിനടുത്താണ് കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാർ മറിഞ്ഞത്. 5 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് മറിയുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതുന്നു. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് സ്കൂൾ ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. രാവിലെ 9 മണിയോടെ കൂട്ടിലക്കടവിലാണ് അപകടമുണ്ടായത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.